ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു റീഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് ഉള്ളൊരു റീഡിംഗ് ആണ് ചെയ്യുന്നത്. കരിയറിൽ എങ്ങനെയാണ് നമുക്ക് പുരോഗതി ഉണ്ടോ, നല്ലൊരു കരിയർ കിട്ടുമോ, നല്ലൊരു ജോലി കിട്ടുമോ എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എപ്പോ കാണുന്നത് നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് തുടങ്ങിയത് വാലിഡ് ആവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പിന്നെ ഇതില് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മാരേജ് സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെങ്കിൽ ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് തന്നു കഴിഞ്ഞാൽ നോക്കി പറഞ്ഞു തരുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോ ഇപ്പൊ നോക്കുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഉയർച്ച വരുമോ, നല്ല ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ റീഡിംഗ് തുടങ്ങാൻ പോവാണ്. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയില് എങ്ങനെയാണ് നല്ല കരിയർ, നല്ല ജോലി കിട്ടുമോ, നല്ല ഉയർച്ച ഉണ്ടാവോ എന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച കിട്ടുമോ എന്ന് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ, ജോലിയിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ എന്ന് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ, നല്ല ജോലി കിട്ടുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്കത് സത്യമായിട്ട് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ എന്ന് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ എന്ന് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ എന്ന് പറഞ്ഞു തരണം. എങ്ങനെയാണ് ജോലിയുടെ അവസ്ഥ പറഞ്ഞു തരണം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവോ, എങ്ങനെയാണ് പുരോഗതി ഉണ്ടാവോ, അങ്ങനെയാണ് പറഞ്ഞു തരണം. യൂണിവേഴ്സ്, ചാരിറ്റാണ് ആദ്യം വന്നത്. ഇത് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഈ കാർഡ് നല്ല ആംബിഷൻ, കോൺഫിഡൻസ്, വിൽ പവർ, സ്ട്രെങ്ത്, ആക്ഷൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രത്യേകമായ ലക്ഷ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ സധൈര്യം പോവുക. ആ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് നല്ല ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും എന്നാണ് ഇത് പറയുന്നത്. കോൺഫിഡൻ്റോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കാൻ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നല്ലൊരു ജോലിയൊക്കെ കിട്ടാൻ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പോസിറ്റീവ് നല്ല ലക്ഷ്യം എപ്പോഴും ഒരു ലക്ഷ്യം വേണമല്ലോ. ആ ലക്ഷ്യത്തോട് നമ്മൾ നല്ല ആഗ്രഹത്തോടെ നല്ല ജോലി കിട്ടണം, നല്ലൊരു ജോലിയിൽ കയറണം, നല്ല ഉയർച്ച കിട്ടണം എന്നൊക്കെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങളെ മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു ജോലി കിട്ടുന്നതിൽ പറയുന്നുണ്ട്. പിന്നെന്താണ്, 5 ഓഫ് കപ്സ്,
ഫൈവ് ഓഫ് കപ്സ് പറയുന്നത് മുൻകാല പ്രവർത്തനങ്ങളെയൊക്കെ ഇതിക്ക് മുന്നേ ഉള്ള പ്രവർത്തനങ്ങളെ അതിന് പശ്ചാത്താപത്തെയൊക്കെ വഞ്ചനയൊക്കെ പറയാം. മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചതില് വഞ്ചനയൊക്കെ ഉണ്ടായിന്ന് പറയാം. പിന്നെ എന്തെങ്കിലും ആ ജോലിന്ന് മുൻകാലത്തില് ചെയ്ത ജോലിന്ന് അതിൽ നിന്നൊക്കെ വേർപിരിയേ അതിന്ന് മാറി വേറെ ജോലിയിൽ പോയി ആദ്യം ചെയ്തിരുന്ന ജോലിന്ന് ഇനി വേറൊരു ജോലി നല്ലൊരു ജോലിയിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത പറയുന്നുണ്ട്. ആദ്യം ചെയ്തിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് ഇനി വേറെ അതിലെന്തെങ്കിലും ആദ്യം ചെയ്തിരുന്ന ജോലിയിൽ എന്തെങ്കിലും വഞ്ചന ചതി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് ഉപേക്ഷിച്ചിട്ട് വേറൊരു നല്ലൊരു ജോലിയില് തീർച്ചയായിട്ടും നല്ല ധൈര്യത്തോടു കൂടി നല്ല ആഗ്രഹത്തോടു കൂടിയൊക്കെ നല്ലൊരു ജോലി കിട്ടണമെന്ന് വിചാരിച്ച് വേറൊരു ജോലിയിൽ പോവാണെങ്കിൽ നല്ലത് കിട്ടും. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. അപ്പൊ കഴിഞ്ഞു പോയ ഇതിക്ക് മുന്നേ ചെയ്ത ജോലിയിൽ എന്തെങ്കിലും ചതിയോ വഞ്ചന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് മറക്കാം. എന്നിട്ട് ഇനി വീണ്ടും നല്ല ധൈര്യത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി ഇനി വേറെ നല്ലൊരു ജോലി കിട്ടണം അങ്ങനെയൊക്കെ നല്ലൊരു ഇതില് ചിന്തിച്ച് സധൈര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഇരിക്കാനാണ് പറയുന്നത്. ഉറപ്പായിട്ട് അത് കിട്ടും എന്നാണ് പറയണത്. ഇനി 4 ഓഫ് സ്വാർഡ്സ് ആണ്. 4 ഓഫ് സ്വാർഡ്സ് പറയുന്നത് നമുക്ക് എന്തായാലും നമുക്ക് നല്ല മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ജോലിയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം മറന്ന് ഇനി മുന്നോട്ട് പോയ നല്ല ജോലി കിട്ടും എന്തായാലും. അതാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്താ ഇനി വേറെ നല്ല ഇപ്പൊ കഴിഞ്ഞ ജോലിയിൽ നിന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കില് അതിന്ന് ഉയർച്ച അതിന്ന് വേറൊരു നല്ലൊരു ജോലി കിട്ടും. നല്ലൊരു കഴിഞ്ഞ ജോലിയിൽ നഷ്ടപ്പെട്ടതിനൊക്കെ അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഏകാന്ത തനിച്ചിരുന്ന് ചിന്തിക്കുക പിന്നെ ഒക്കെ ചെയ്യാണ്. സ്വയം തന്നെ ഇരുന്ന് ചിന്തിക്കൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അപ്പൊ അതിനെപ്പറ്റി ചിന്തിച്ചൊക്കെ ഇരിക്കുകയാണ് ഇപ്പൊ. സ്വയം പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ റെസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ അങ്ങനെ ആയിരിക്കാം. അതാണ് പറയുന്നത്. പേടിയും പിന്നെ സമ്മർദ്ദവും ഒക്കെ ഉണ്ടായിരിക്കാം. മാനസികമായിട്ട് ഭയങ്കര ഭാരം വിഷമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ജോലിയൊക്കെ പോയിട്ട് ഇരിക്കണതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ വിഷമായിട്ടിരിക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് ഒക്കെ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം മാറ്റി വെച്ച് ഇനി നല്ലൊരു അടുത്ത ജോലി നല്ലത് കിട്ടണം എന്നുള്ളൊരു ചിന്തയില് മുന്നോട്ട് പോവാണെങ്കിൽ നല്ലൊരു ജോലി കിട്ടും. ഇപ്പൊ വിഷമം ഇതൊക്കെ ആയിട്ട് ഇരിക്കണതായിരിക്കും. കഴിഞ്ഞ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ ജോലി പോകാൻ എന്തൊക്കെ ആയിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കായിരിക്കും. ഇപ്പൊ ഒരു ഇടവേളയായിരിക്കും. ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് നല്ല ഇപ്പൊ അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ മാറ്റിവെച്ച് നല്ലൊരു ആഗ്രഹത്തോടു കൂടി പുതിയ നല്ലൊരു ജോലിയിൽ കയറണം, നല്ലൊരു ജോലി കിട്ടണം അങ്ങനെയൊക്കെയുള്ളൊരു ദൃഢമായിട്ടുള്ളൊരു നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവാണെങ്കിൽ കിട്ടും എന്നാണ് പറയണത്. പിന്നെ പിന്നെന്താ പിന്നെ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞത് എന്തായാലും അത് പോയി. ഇനി എന്തായാലും അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽക്കലാണ്. ഇനി അതെന്തായാലും അത് കഴിഞ്ഞ ജോലിയില് ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിന് നഷ്ടം വരെ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടാകും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇനി നല്ലതായിട്ട് വരുന്നാണ് പറയുന്നത്. ഇനി ഒരു
പുനർജന്മം കിട്ടുന്ന പോലെ ഇത് നല്ലൊരു ജോലി, നല്ലൊരു ഇതൊക്കെ കിട്ടും. അതാണ് പറയുന്നത്. നല്ല അവസ്ഥയിലെത്തി വരും. പിന്നെന്താ, സിക്സ് ഓഫ് ഹൗസ് കഴിഞ്ഞ ജോലി കഴിഞ്ഞത് എന്തെങ്കിലും പാർട്ട്ണറൊക്കെ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ജോലി പാർട്ട്ണറൊക്കെ ആയിട്ട് 2 പേര് കൂടെ 3 പേരൊക്കെ കൂടെ ചെയ്തിട്ട് അപ്പൊ അതിലെന്തെങ്കിലും അതിലെന്തെങ്കിലും ചതിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക, അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെന്താ, ബുധാലത്തിന് സന്തോഷം വരുമെന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ ഒരു പഴയൊരു സുഹൃത്തിനെ, അങ്ങനെ ബാല്യകാല സുഹൃത്തിനെ അങ്ങനെ കണ്ടുമുട്ടിയിട്ട് കാണാനൊക്കെ ഇടയുണ്ട്. പഴയ കാലത്ത് ഒരു പഴയ സുഹൃത്തിനെ കണ്ടു കിട്ടിയിട്ട് ആ പഴയ ആ ബന്ധം ഒന്നും കൂടിയും ആ റിലേഷൻ ഒന്നും കൂടിയും നല്ലതാക്കിക്കൊണ്ട് ആരെങ്കിലും വരാൻ ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല ബാല്യകാല സുഹൃത്താ അല്ലെങ്കിൽ മുന്നേ പരിചയമുള്ള ഒരാള്, അവര് ഇനി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുടെ ജോലിനെ സംബന്ധിച്ച് അങ്ങനെ വന്ന് നിങ്ങളെ ഒപ്പം പണ്ടൊക്കെ ജോലി ചെയ്തിരുന്നതോ അല്ലെങ്കിൽ പണ്ടത്തെ കൂട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളിനി ഒരുമിച്ച് അവരിനി വീണ്ടും കൂട്ടുകൂടിയിട്ട് നിങ്ങളുടെ കൂടെ വന്ന് ഇനി ഒന്നും കൂടെ നിങ്ങളെ ചെയ്യാൻ നല്ല രീതിയിൽ പോവാനുള്ള, നിങ്ങളൊത്ത് നന്നായിട്ട് പോവാനുള്ള അതാണ് പറയുന്നത്. നന്നായിട്ട് പോകുന്നാണ് പറയുന്നത്. പിന്നെ ഒരു അബണ്ടന്റ്, ഇനി നല്ലൊരു അബണ്ടന്റ് വരാൻ ഇരിക്കുന്ന നന്നായിട്ട് ഈ കാർഡ് ബിസിനസ്സിലും ഇനി ഒരു നല്ലൊരു ഇനിയിപ്പോ പഴയ കാലത്തെ ആരെയും ഒരു കൂട്ടുകാരെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇനി വീണ്ടും നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് തുടങ്ങിയാലും നല്ലൊരു ജോലി കിട്ടി നിങ്ങളുടെ പഴയ ഒരു ഫ്രണ്ടൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നതിന് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് ബിസിനസ് ആയാലും നല്ലൊരു ജോലി കിട്ടി നിങ്ങൾക്ക് നന്നായിട്ട് നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവും. ബിസിനസ്സിലായാലും നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇത് കഴിഞ്ഞ ഇപ്പൊ ഒരു നഷ്ടം എന്തെങ്കിലും വന്ന ഒരു ചതി വഞ്ചനയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് നിങ്ങള് നേരെ നല്ല രീതിയിലേക്ക് വരും നിങ്ങള്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ധൈര്യമായിട്ട് നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി ഒക്കെ നിങ്ങള് മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു ജോലി, നല്ലൊരു ബിസിനസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ വല്ല അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം. പണ്ടത്തെ ജോലിയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങള് ഒരു പാർട്ട്ണറൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചതി വഞ്ചന ഉണ്ടാവും. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ചില സംഘടനകളൊക്കെ ഉണ്ടായെന്ന് പറയാം. നിങ്ങളുടെ ബുദ്ധിയും ആശയവിനിമയ കഴിവുകളും മാനസിക ദൃഢതയും എന്നിവയൊക്കെ ഒന്ന് പരീക്ഷിക്കുന്ന ഒരു പുതിയ ഉദ്യമം ആരംഭിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. നല്ലൊരു പുതിയ കോഴ്സിൽ ചേരാൻ പോവേ, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ കയറി പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ പോകുന്നു, എന്തെങ്കിലും പുതിയ ബിസിനസ്. ഇപ്പൊ ഒരു പഴയൊരു ഫ്രണ്ടായിട്ട് ബാല്യകാല സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേ പരിചയമുള്ള ഒരാള് നിങ്ങൾക്ക് ഇനി ഒപ്പം നിങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരായിട്ട് ഇനി പുതിയൊരു
ഒരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ചെയ്യേ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ നല്ല മെച്ചപ്പെടും എന്നാണ് പറയുന്നത്. പിന്നെ നല്ലൊരു നിങ്ങൾ ഇതിന്റെ ഗുണം കിട്ടും. ഇനി നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നന്നായിട്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താണ് പിന്നെന്താ അധികാര നല്ലൊരു നിങ്ങൾക്ക് ഇനി ഉയർച്ച ഉണ്ടാവും. നിങ്ങള് നല്ല രീതിയിൽ ഇനിയൊരു ഇത് തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു ജോലി കിട്ടും, നല്ല ഉയർച്ച ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. നിങ്ങൾ വിഷമിക്കാനില്ല. നല്ല ആത്മധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. നല്ല ഇനി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും. കഴിഞ്ഞ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ നല്ല ഒരു കോഴ്സ് പഠിക്കാൻ പോവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാല ഒരു കൂട്ടുകാരെ കണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഗുണം ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഗുണമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞ് അപ്പൊ എന്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ ഇതില് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം, ഓൾ ഒന്ന് അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാണ്. ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി ഒന്നൊരു പരിചയം വരാനുണ്ട്. കുറച്ച് റീഡിങ് കഴിയുമ്പോഴേ ഞാൻ ഓക്കെ ആയിട്ട് വരും. ഇപ്പൊ തൽക്കാലം എൻ്റെ അടുത്ത് ക്ഷമിക്കല്ല, ഒരു ഇച്ചിരി തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ അധികം ആയിട്ടില്ല, അതുകൊണ്ടാണ്. തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പൊ കുറച്ച് എനിക്ക് എക്സ്പീരിയൻസ് വരാനുണ്ട്. കാർഡ് കണ്ട ഉടനെ തന്നെ അതിന്റെ എല്ലാം പറയാനുള്ള എക്സ്പീരിയൻസ് വരാനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരും എന്നെ അടുത്ത് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.